മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നിർണായക യോഗം ഡൽഹിയിൽ ആരംഭിച്ചു. രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലും സോണിയാഗാന്ധിയുടെ വസതിയിലെ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് ചർച്ച. നിരീക്ഷകർക്കൊപ്പം തിരുവനന്തപുരത്തേക്കുള്ള മടക്കയാത്ര ചെന്നിത്തല നീട്ടിവെച്ചു. ശരത് ലാൽ ചേരുന്ന വിവരങ്ങളുമായി. ശരത് ലാൽ, നിർണായകമായ ഒരു ഘട്ടത്തിലാണല്ലോ നിലവിൽ കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ച എത്തിയിരിക്കുന്നത്. ഒരു പുതിയ പോർമുഖം തന്നെ അണികളൊക്കെ ഇവിടെ അതിന്റെ ഭാഗമായി നടത്തുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ അടക്കം. അപ്പോൾ അറിയേണ്ടത് ഇനി എത്ര ദിവസത്തിനുള്ളിൽ ഇതിലൊരു തീരുമാനമാകും? നിലവിലെ അവസ്ഥയിൽ 3 പേർ ഉയർന്നു കേൾക്കുന്നത്, അത് കെ സി വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, വി.ഡി. സതീശൻ. ഇവരിൽ ആർക്കാണ് ഈ ഘട്ടത്തിൽ മുൻതൂക്കമുള്ളത്? നിരീക്ഷകർ വന്ന MLA-മാരിൽ ഭൂരിപക്ഷമാണോ നോക്കുക? ആ റിപ്പോർട്ട് ഹൈക്കമാൻഡിന് കൊടുക്കുന്നതോടുകൂടി ഇതിലൊരു ചിത്രം തെളിയുമോ? അങ്ങനെയാണോ? അല്ലെങ്കിൽ ഈ ജനവികാരം, പാർട്ടിയിലെ അണികളുടെ വികാരം കൂടി കണക്കിലെടുത്താകുമോ ഹൈക്കമാൻഡിന്റെ തീരുമാനമുണ്ടാകുക? ശ്യാമിലി, യോഗം തുടങ്ങിയിട്ട് ഇപ്പോൾ അരമണിക്കൂറായി. കാരണം യോഗത്തിൽ പങ്കെടുക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ്, കേരളത്തിലെ ഇന്നത്തെ അവസ്ഥ, കേരളത്തിലെ MLA-മാരുടെ ആരൊക്കെ ജയിച്ചു വന്നു, ഈ കാര്യങ്ങളൊക്കെ പ്രാഥമിക ചർച്ചയാണ്. ഈ ചർച്ചയിൽ കെ സി വേണുഗോപാലും അതുപോലെ രമേശ് ചെന്നിത്തലയുമുണ്ട്. ഈ രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലും കേരളത്തിലെ പൊതുസ്ഥിതികളാണ്, പൊതു അവസ്ഥയാണ്, തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഫലപ്രഖ്യാപനം വന്നതിന് ശേഷമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. അത് കഴിഞ്ഞ ശേഷമായിരിക്കും ഒറ്റയ്ക്ക്, അതായത് കെ സി വേണുഗോപാൽ, രമേശ് ചെന്നിത്തല ഒറ്റയ്ക്ക് രാഹുൽ ഗാന്ധിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ആ സമയമായിരിക്കും രാഹുൽ ഗാന്ധിയോട് തനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം, തനിക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹതയുണ്ട്, കേരളത്തിലെ ഏറ്റവും സീനിയറായ ഒരു കോൺഗ്രസ് നേതാവാണ് താൻ പ്രതിപക്ഷ നേതാവ് പോലെ തന്നെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ താൻ പ്രവർത്തിച്ചിട്ടുണ്ട്. കേരളത്തിൽ പിണറായി വിജയനെതിരെ ഏറ്റവും കൂടുതൽ ആരോപണങ്ങളും ഏറ്റവും കൂടുതൽ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നത് താനാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ രമേശ് ചെന്നിത്തല വിശദീകരിക്കുമെന്നാണ് നമുക്ക്. ഏതായാലും ഇന്നത്തെ യോഗത്തിൽ വളരെ വ്യക്തമായൊരു തീരുമാനത്തിൽ കാര്യങ്ങൾ എത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. രാഹുൽ ഗാന്ധിക്ക് ആരായിരിക്കും രാഹുൽ ഗാന്ധിയുടെ മനസ്സിൽ എന്ന കാര്യം ഇന്ന് രൂപപ്പെടുമെന്ന കാര്യത്തിലും തർക്കമില്ല. എന്നാലും നിരീക്ഷകരെ കേരളത്തിലേക്ക് അയക്കും. ഈ മുഗൾ വാസരിക്കും അതുപോലെ അജയ് മാക്കനും ഇന്ന് 3:30 ഇൻഡിഗോ ഫ്ലൈറ്റിൽ തിരുവനന്തപുരത്തേക്ക് പോകും. നാളെ മുതൽ അവർ മുതിർന്ന നേതാക്കൾ, മുതിർന്ന MP-മാർ, അതേപോലെ MLA-മാർ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. MLA-മാരുമായിട്ട് രഹസ്യമായ കൂടിക്കാഴ്ചകളിലോ 1-to-1 ആണോ എന്ന കാര്യത്തെക്കുറിച്ച് തീരുമാനം, അല്ലെങ്കിൽ എങ്ങനെയാണ് നിരീക്ഷകർ പ്രവർത്തിക്കേണ്ടത് എന്നതും ഈ യോഗത്തിൽ തീരുമാനമാകും. നിലവിൽ പാർട്ടി ജനറൽ സെക്രട്ടറി, കേരള ചുമതല പാർട്ടി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി അവിടെയുണ്ട്. അവരോടൊപ്പമാണോ അല്ലെങ്കിൽ MLA-മാരെ കാണുന്ന എന്ന കാര്യത്തിലൊക്കെ തന്നെ തീരുമാനം ഇന്നുണ്ടാവും. ഇന്ന് രമേശ് ചെന്നിത്തല ഈ നിരീക്ഷകരോടെ യാത്ര ചെയ്യാനായിരുന്നു രമേശ് ചെന്നിത്തല ടിക്കറ്റ് എടുത്തിരുന്നത്. എന്നാൽ അതിനുശേഷം വൈകിട്ട് 6 മണിയിലേക്ക് അദ്ദേഹം യാത്ര മാറ്റിയിട്ടുണ്ട്. അത് നിരീക്ഷകരോടൊപ്പം പോകുന്നത് മറ്റൊരു സന്ദേശം നൽകുമെന്നൊരു സൂചനയെ തുടർന്നാണ് അദ്ദേഹം സ്വയം മാറിയത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്നാലും മറ്റൊരു കാര്യമുണ്ട്. മുഗൾ വാസരിക്ക് മഹാരാഷ്ട്ര എന്നതാണ് NSU കാലത്ത്, അതായത് യൂത്ത് ഇവിടെ NSU എന്നാണ് പറയുക, NSU കാലത്ത് പോലും യൂത്ത് കോൺഗ്രസ് KSU കാലത്ത് പോലും രമേശ് ചെന്നിത്തല അടുത്ത ബന്ധമുള്ളതാണ് മുഗൾ വാസരിക്ക്. അതുപോലെ അജയ് മാക്കനാകട്ടെ നിരീക്ഷകനായ 10ാം നമ്പർ ജനപദിലെ ഏറ്റവും സ്വാധീനമുള്ള നേതാക്കളിൽ ഒരാളാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ വിഷയങ്ങളിൽ വളരെ വ്യക്തതയുടെ നിർദ്ദേശം അല്ലെങ്കിൽ അവരവിടെ നടപ്പിലാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. MLA-മാരെ തലയെണ്ണൽ നടക്കുമെന്ന കാര്യത്തിലും ഇപ്പോൾ നമുക്ക് യാതൊരു സംശയവുമില്ല. ആ കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ MLA-മാരെ തലയെണ്ണുകയാണെങ്കിൽ, അത് പരസ്യമായി എണ്ണുകയാണെങ്കിൽ അത് കെ സി വേണുഗോപാലിനായിരിക്കും അനുകൂലമാവുക. എന്നാൽ രഹസ്യമായിട്ട് MLA-മാരെ തലയെണ്ണുകയാണെങ്കിൽ മണ്ഡലത്തിലെ ജനങ്ങളുടെ കോൺഗ്രസുടെ സമ്മർദ്ദത്തിന് MLA-മാർ വഴങ്ങേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ അത് വി.ഡി. സതീശന് അനുകൂലമായിരിക്കും. ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായ ഒരു ചർച്ച ഇപ്പോൾ നടക്കുമെന്ന കാര്യത്തിലൊരു സംശയമില്ല. അങ്ങനെ മറ്റൊരു കാര്യമുണ്ട്. വളരെ നിർണായകമായ തീരുമാനമാണ് കോൺഗ്രസിന് എടുക്കേണ്ടത്. കോൺഗ്രസിന് ഇപ്പോൾ അടുത്ത ഒരു വളരെ അത് 3 സംസ്ഥാനങ്ങളിൽ, അത് കേരളമടക്കം 3 സംസ്ഥാനങ്ങൾ മാത്രമേ ഇപ്പോൾ ഭരണത്തിലുള്ളൂ. തമിഴ്നാട്ടിൽ ഇപ്പോൾ TVKയുടെ കൂടെ പോവുകയാണെങ്കിൽ ഭരണത്തിലേറാം എന്നൊരു ആശ്വാസമുണ്ട്. എന്നാൽ കേരളത്തിലെ സംബന്ധിച്ചോളം വളരെ വ്യക്തമായ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധിയൊക്കെ, രാഹുൽ ഗാന്ധി മത്സരിച്ചിരുന്ന വയനാട് മണ്ഡലം, അതുപോലെ പ്രിയങ്കയുടെ ഇപ്പോൾ കേരളത്തിലുള്ള MP-യാണ്. സോണിയാഗാന്ധിക്ക് വളരെ വ്യക്തിപരമായിട്ട് താല്പര്യമുള്ള സ്ഥലമാണ് കേരളം. അതുകൊണ്ട് തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഹൈക്കമാൻഡിൻ്റെ ഒരു വാക്കിന് വലിയ പ്രാധാന്യമുണ്ട്. അതുതന്നെയാണ് ഇന്നത്തെ ചർച്ചയിലെ പ്രധാന കാര്യം. ഹൈക്കമാൻഡ് ആരെ തെരഞ്ഞെടുക്കും 3 പേരിൽ എന്നുള്ളതാണ്. വിശ്വസ്തനായ കെ സി വേണുഗോപാൽ വരുമോ, അല്ലെങ്കിൽ നിലവിൽ MLA-യും സീനിയോറിറ്റിയും കണക്കിലെടുത്ത്
രമേശ് ചെന്നിത്തലയ്ക്ക് നൽകുമോ, അല്ലെങ്കിൽ ജനകീയ അഭിപ്രായവും 5 വർഷവും പട നയിച്ച വി.ഡി. സതീശന് മുഖ്യമന്ത്രി സ്ഥാനം നൽകുമോ എന്ന കാര്യത്തിൽ വളരെ വിഷമകരമായ ഒരു തീരുമാനം ഹൈക്കമാൻഡ് എടുക്കേണ്ടി വരും. ആ വിഷമവൃത്തത്തിൽ തന്നെയാണ് ഹൈക്കമാൻഡ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇക്കാര്യത്തിൽ ഒരു പ്രാഥമിക ചർച്ച നടക്കും. അതിനുശേഷം ഹൈക്കമാൻഡിൻ്റെ മനസ്സിലൊരു തീരുമാനമുണ്ടാകും. അത് കേരളത്തിൽ നിരീക്ഷകർ മടങ്ങി വന്ന ശേഷം MLA-മാരുടെ അഭിപ്രായവും മുതിർന്ന AK ആന്റണി അടക്കമുള്ള മുതിർന്ന നേതാക്കളുടെ അഭിപ്രായവും നിരീക്ഷകർ ഹൈക്കമാൻഡിനെ അറിയിക്കും. അത് രണ്ടും കൂടി ഹൈക്കമാൻഡ് അഭിപ്രായവും നിരീക്ഷകരുടെ അഭിപ്രായം കൂടി ചേർത്തുള്ള ഒരു യോജിച്ചുള്ള ഒരു തീരുമാനത്തിലേക്ക് ഒടുവിൽ എത്തപ്പെടും. ഏതായാലും വളരെ വേഗം തന്നെ കാര്യങ്ങൾ നടത്തുമെന്നൊരു പ്രതീതിയാണ് നമുക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡിന് ലഭിക്കുന്നത്. കാരണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു പിറ്റേന്ന് തന്നെ നിരീക്ഷകരെ അയച്ചിരിക്കുന്നു. അതുപോലെ തന്നെ അതിൻ്റെ പിറ്റേന്ന് തന്നെ ഇവിടെ വെച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ മുതിർന്ന നേതാക്കൾ കൂടിയാലോചന നടത്തുന്നു. ഈ നിരീക്ഷകർ നാളെയും മറ്റന്നാളും MLA-മാരെയും മുതിർന്ന നേതാക്കളെയും കണ്ട തീരുമാനം മറ്റന്നാൾ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അറിയിക്കുന്നു. ഉടൻ തന്നെ ഇക്കാര്യത്തിലൊരു തീരുമാനമുണ്ടായി പാർലമെന്ററി പാർട്ടി യോഗം ഉടനെ വിളിച്ചു ചേർത്ത് ഹൈക്കമാൻഡ് നിലപാട് അറിയിക്കും എന്നതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. അതിൻ്റെ ഭാഗമായിട്ടുള്ള ചർച്ചകളാണ് ഇപ്പോൾ ജനപഥിൽ ഇപ്പോൾ നടക്കുന്നത്. ശ്യാംലി, ഏതായാലും ചർച്ച ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.